കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. Hi all, welcome to IGNO Focus 6.0 IGNO മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MCH 014 MSc കെമിസ്ട്രി. നമ്മുടെ മാത്തമാറ്റിക്സ് ഫോർ കെമിസ്റ്റ് 4th കോഴ്സിന്റെ IGNO പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അനലൈസ് ചെയ്ത് എവിടേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ആ ഒരു കാര്യമായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിലൂടെ നോക്കുന്നുണ്ടാകുക. Once again, welcome to IGNO Focus 6.0 IGNO Previous Year Question Paper Ultimate Analysis. So നമുക്കറിയാം MCH 014 Mathematics for Chemist. ആ ഒരു കോഴ്സിന്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കെമിസ്ട്രിയിൽ നമുക്ക് ആവശ്യമാവുന്ന മാത്സ് ആണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നുണ്ടാവുക. അതായത് ഇപ്പൊ നമുക്ക് ക്വാണ്ടം കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിലോ അതുപോലെ ജനറൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നോർമലി ഏതൊരു ഫിസിക്കൽ കെമിസ്ട്രിയുടെ ബ്രാഞ്ചിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, കുറച്ചധികം മാത്സും ആവശ്യമുണ്ട്, കുറച്ച് കാൽക്കുലേഷൻസ് പ്രോബ്ലംസ് എല്ലാം വരുന്നുണ്ട്, ഡിഫറൻസിയേഷൻസ് ഇന്റഗ്രേഷൻസ് പോലുള്ള സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. സോ ആ ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ MCH 014 എന്ന കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ കോഴ്സിനെ എങ്ങനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ വരുന്ന ടേം ആൻഡ് എക്സാമിനേഷൻസിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ആ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. സോ നമ്മൾ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മളിവിടെ കംപ്ലീറ്റ് അവൈലബിൾ ആയിട്ടുള്ള 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ 3 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും അസൈൻമെന്റ് ബുക്ക്ലെറ്റ് എല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ട് ക്രോസ് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് എക്സാം പാറ്റേണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏതൊക്കെയാണ് ഹൈ ഈൽഡ് സിലബസസ്, കുറച്ചധികം ക്യൂറേറ്റഡ് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. കൂടെ തന്നെ 2 പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്യും. ഫൈനലി എങ്ങനെ നമ്മൾ ഒരു ആൻസറിനെ സ്ട്രക്ചേർഡ് ആയിട്ട് അപ്പിയർ ചെയ്യണം, ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം, വളരെ നീറ്റ് ആയിട്ട് എങ്ങനെ അതിനെ ആൻസർ ചെയ്യണം, ആ ഒരു കാര്യം കൂടെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സോ നിങ്ങളിപ്പോ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെങ്കിലും അതല്ല ഓൾറെഡി റിവൈസിങ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേജിലാണെങ്കിലും ഈ ഒരു ഗൈഡ് നിങ്ങളെ സിസ്റ്റമാറ്റിക് ആയി പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും. സോ സ്റ്റേ കാം, സ്റ്റേ ഫോക്കസ്ഡ്. യുവർ പ്രിപ്പറേഷൻ ഈസ് എ പ്രോസസ്, നോട്ട് എ പാനിക്. ലെറ്റ് us walk through this together. നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാം, വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, ഒട്ടും പാനിക് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുമിച്ച് ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷനെ ഫേസ് ചെയ്യാം. ഓക്കെ, സോ എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ഏത് പാത്ത് വേയിലാണ്, അതായത് കറന്റ് നമ്മുടെ പ്രിപ്പറേഷൻ ലെവൽ എത്രത്തോളം ഉണ്ട്, ആ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ പാത്ത് 1 എന്ന് പറയുന്നത് 48 hour റെസ്ക്യൂ പ്ലാൻ ആണ്. അതായത് നമ്മൾ SLM അധികം റീഡ് ചെയ്തിട്ടില്ല, എന്നാൽ എക്സാം ആയിട്ടുണ്ട് എന്ന് നമുക്ക് പാസ് ആവാല്, പാസ് മാർക്ക് കിട്ടുമാണ്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗോൾഡൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ, ആ ക്വസ്റ്റ്യൻസിനകത്ത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഈ ഒരു സിംബൽ വെച്ചിട്ട്, ഈ ഒരു ഇമോജി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാകും. ഈ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലാണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത്. ഓക്കെ, അതിനകത്ത് തന്നെ ഈ ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് ബാഡ്ജിൽ കാണുന്ന ക്വസ്റ്റ്യൻസിനെ കുറച്ചധികം ഫോക്കസ് ചെയ്യണം. പാർട്ട് 2 എന്ന് പറയുന്നത് 2 week സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ ആണ്. അതായത് SLM ഒക്കെ ഒരു പ്രാവശ്യമെങ്കിലും റീഡ് ചെയ്തിട്ടുണ്ട്, ഫോക്കസ്ഡ് ആയിട്ട് ഒരു റിവിഷൻ പ്ലാൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, കുറച്ചധികം യൂണിറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ഇനി കിട്ടുന്ന സമയം നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഹൈ ഈൽഡ് ടോപ്പിക്സിലും മീഡിയം ഈൽഡ് ടോപ്പിക്സിലുമാണ്. ഹൈ ഈൽഡ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത് യൂണിറ്റ് 1, 2, 3, 5, 7, 8, 9, 10 ആയിരിക്കും. ഇത്രയും യൂണിറ്റ്സിലാണ് കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. കൂടെ തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്ന സോൾവഡ് എക്സാമ്പിൾസും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ദെൻ പാർട്ട് 3 എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് മാസ്റ്റർ പ്ലാൻ ആണ്. അതായത് ഒരു 80% മാർക്ക് ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഒരു 3-4 വീക്ക് ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് പൂർത്തിയാക്കിയിട്ടുണ്ടാകും. അതായത് SLM എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്തിട്ടുണ്ടാവും. ടെക്സ്റ്റിലെ എക്സാമ്പിൾസ്, ടെർമിനൽ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഹൈ ഈൽഡ് സിലബസസിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ഗോൾഡൻ ക്വസ്റ്റ്യൻസിലുമാണ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ ആണ്. അതായത് നമ്മൾ എക്സാം 25 ആയിരിക്കും. 25 ഔട്ട് ഓഫ് 25 ആയിരിക്കും എക്സാം വരുന്നുണ്ടാവുക. 1 hour ഡ്യൂറേഷൻ ആയിരിക്കും വരുന്നത്. യൂഷ്വലി നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 5 മാർക്ക് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും. സോ ഓരോ പേപ്പറിലും 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 5 മാർക്കിലുള്ള 8 ക്വസ്റ്റ്യൻസ്. നമ്മൾ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഔട്ട് ഓഫ് 25 അല്ലേ, സോ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസിന് ഒരു 2-3 സബ് പാർട്ട് ഉണ്ടാകും. ABC പാർട്ടുകൾ ഉണ്ടാകും. സോ 2+3 ആവാം. അതായത് A പാർട്ടിന് 2 മാർക്കും B പാർട്ടിന് 3യും, അല്ലെങ്കിൽ A പാർട്ടിന് 1 മാർക്ക്, B പാർട്ടിന് 4, അല്ലെങ്കിൽ 3+2 ആകാം. അതായത് ഒരു സിംഗിൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ നോർമലി ചോദിക്കാറില്ല. ബട്ട് ഈ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യനെ AB പാർട്ടായി സബ് പാർട്ട് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. മേ ബി അതിനകത്ത് തന്നെ ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് ഒരു A പാർട്ട് ഉണ്ട്, B പാർട്ട് ഉണ്ട്. അതിനകത്ത് A പാർട്ടും B പാർട്ടും വേറെ വേറെ യൂണിറ്റ്സിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. സോ പിന്നെ മാത്രമല്ല ഈ ഒരു നമുക്കറിയാം ഈ ഒരു കോഴ്സിൽ മെയിൻ ആയിട്ടും ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസ് ആണ്. അതായത് നമുക്ക് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, സോൾവിങ് വരുന്നുണ്ട്, ഓരോന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. കൂടെ തന്നെ തിയറിറ്റിക്കൽ കോണ്ടന്റും വരുന്നുണ്ട്, പ്രൂഫ് വരുന്നുണ്ട്, വെരിഫിക്കേഷൻസ് വരുന്നുണ്ട്, ഡിഫൈൻ ചെയ്യാൻ വരുന്നുണ്ട്, അതുപോലെ ഷോ ദാറ്റ് പ്രൂഫ് പോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. സോ രണ്ടിലും നമ്മൾ എന്ത് ചെയ്യണം, ഈക്വലി കോൺസെൻട്രേറ്റ് ചെയ്യണം. രണ്ടിൽ നിന്ന് 2 പോലത്തെ ക്വസ്റ്റ്യൻസും, അതായത് വെരിഫിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കാൽക്കുലേഷൻ, ന്യൂമറിക്കൽ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മുടെ ഒരു എക്സാം പേപ്പർ ബ്ലൂ പ്രിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ എക്സാം പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് 50% ക്വസ്റ്റ്യൻസും കാൽക്കുലേറ്റ്, സോൾവ് അല്ലെങ്കിൽ ഫൈൻഡ് ഏതെങ്കിലും ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 20% പ്രൂഫ് ചോദിക്കാറുണ്ട്, പ്രൂവ് ചെയ്യാൻ, വെരിഫൈ ചെയ്യാൻ, ഡിറൈവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് 25% ചോദിക്കാറുണ്ട്. 50% ഡിഫൈൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും ഒരു തിയറം ഡിഫൈൻ ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒക്കെ ചോദിക്കാറുണ്ട്. 15% കെമിസ്ട്രി ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അതായത് T-half കണ്ടുപിടിക്കുന്ന പോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. കെമിസ്ട്രിയുടെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, അതായത് കെമിസ്ട്രിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാത്തമാറ്റിക്സ് ചോദിക്കാറുണ്ട്, ഒരു 15%. നെക്സ്റ്റ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് നമ്മുടെ ഹൈ ഈൽഡ് സിലബസസ്. ഹൈ ഈൽഡ് സിലബസ് നമ്മളിപ്പോൾ കുറെ പറഞ്ഞു, ഹൈ ഈൽഡ് സിലബസിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഈ ഹൈ ഈൽഡ് സിലബസ്? അതായത് ഓൾമോസ്റ്റ് എല്ലാ സെഷൻസിലും ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ള യൂണിറ്റിനെയാണ് നമ്മൾ ഹൈ ഈൽഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. മീഡിയം ഈൽഡ് യൂണിറ്റ് ആകുമ്പോൾ ഫ്രീക്വന്റ് അപ്പിയറൻസ് ആയിരിക്കും. കുറച്ചധികം തവണ ചോദിച്ചിട്ടുണ്ട്, എന്നാൽ എല്ലാ എക്സാംസിനും ചോദിച്ചിട്ടില്ലതാണ്. അങ്ങനത്തെ യൂണിറ്റ്സിനെ നമ്മൾ മീഡിയം ഈൽഡ് യൂണിറ്റ്സ് ആയിട്ട് കാണും. ലോ ഈൽഡ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ വളരെ ഒക്കേഷണലി ക്വസ്റ്റ്യൻസ് വരുന്ന യൂണിറ്റ്സിനെയാണ് നമ്മൾ ലോ ഈൽഡ് യൂണിറ്റ്സ് ആയിട്ട് കാണുന്നത്. സോ നമ്മുടെ ഓവറോൾ സ്റ്റഡി ടൈമിൽ 50% നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഹൈ ഈൽഡ് ടോപ്പിക്സിലാണ്, 30% ഓൺ മീഡിയം ഈൽഡ് ടോപ്പിക് ആൻഡ് 20% ഓൺ ലോ ഈൽഡ് ടോപ്പിക്. സോ ഏതൊക്കെയാണ് നമ്മുടെ ഹൈ ഈൽഡ് ടോപ്പിക്സ്, മീഡിയം ഈൽഡ് ടോപ്പിക്സ്, ലോ ഈൽഡ് ടോപ്പിക്സ് എന്ന് നോക്കാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1 സെറ്റ്സ് ആൻഡ് ഗ്രാഫ് ഫംഗ്ഷൻസ് 3 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ അതൊരു മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. യൂണിറ്റ് 2 എലമെന്ററി ആൾജിബ്ര 8 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ അതൊരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. യൂണിറ്റ് 3 വെക്ടേഴ്സ് 3 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ.
ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ അതൊരു മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. യൂണിറ്റ് 4 ഡിഫറൻഷ്യൽ കാൽക്കുലസ് 2 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡിസംബർ 2024 വന്നിട്ടുള്ളത്. സോ അതൊരു ലോ ഈൽഡ് ടോപ്പിക് ആണ്. യൂണിറ്റ് 5 ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് 8 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ അതൊരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. യൂണിറ്റ് 6 ഇന്റഗ്രൽ കാൽക്കുലസ് 2 തവണയെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ അതൊരു ലോ ഈൽഡ് ടോപ്പിക് ആണ്. യൂണിറ്റ് 7 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് 4 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ യൂണിറ്റ് 8 മെട്രിക്സ് ആൾജിബ്ര 5 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം ഒരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ഇനി യൂണിറ്റ് 9 പ്രൊബബിലിറ്റി ആൻഡ് പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 3 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ അതൊരു മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 10 ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കെമിസ്ട്രി 3 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ അതൊരു മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. സോ നമ്മളിപ്പോ പറഞ്ഞ സെയിം ഹൈ ഈൽഡ് സിലബസ് മാപ്പിന്റെയും PYQ ഫ്രീക്വൻസിയുടെയും ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഏതൊക്കെയാണ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ്. 5 എക്സാം ടോപ്പിക്സ് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത 5 ടോപ്പിക്സും അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ ബൈനോമിയൽ തിയറം സീരീസ് ആൻഡ് പെർമ്യൂട്ടേഷൻ 7 തവണ ചോദിച്ചിട്ടുണ്ട്. മെട്രിക്സ് ആൾജിബ്ര ആൻഡ് ഐഗൻ വാല്യൂസ് 5 തവണ ചോദിച്ചിട്ടുണ്ട്. കെമിസ്ട്രി ആപ്ലിക്കേഷൻ ഇക്വിലിബ്രിയം കൈനറ്റിക്സ് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ 4 തവണ. ടാൻജന്റ് നോർമൽ അസിംപ്റ്റോട്സ് ആൻഡ് എക്സ്ട്രീമ 4 തവണ. സോ ഈ 5 ടോപ്പിക്സ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ആണത്. നെക്സ്റ്റ് ഇനി നമുക്ക് കുറച്ച് ഗോൾഡൻ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഫ്രം എലമെന്ററി ആൾജിബ്ര. അതിനകത്ത് ഈ ഒരു ഫയറിന്റെ ഇമോജി വരുന്ന 3 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ബൈനോമിയൽ എക്സ്പാൻഷൻ ഫോർ 1 + x⁻n ഫോർ എ മാക്യുലേറിയൻസ് എക്സ്പ്രഷൻ ഫോർ f of x. സോ ബൈനോമിയൽ തിയർ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു പോസിറ്റീവ് ഇൻഡിജർ ഫോർ എ പോസിറ്റീവ് ഇൻഡിജർ n 1 + x⁻n is equal to 1 + nx plus n into n minus 1 divided by 2 factorial plus x into x square plus n into n minus 1 n minus 2 divided by 3 factorial into x cube plus etc. എന്ന് വരും. ഇതിന്റെ ജനറൽ ടേം പറയണം. tr + 1 is equal to ncr x⁻r. അവിടെ NCR എന്താണ്? അതായത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഒരു എക്സാമ്പിളും കൊടുക്കാം. മെക്കുലേറിയൻ സീരീസിലോട്ട് വരുമ്പം f of x ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ f of x ഈക്വൽ ടു f of 0 പ്ലസ് x f ഡാഷ് ഓഫ് x പ്ലസ് x സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ f ഡബിൾ ഡാഷ് ഓഫ് 0 പ്ലസ് x ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ f ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 പ്ലസ് എക്സെട്ര. ഇതിനകത്ത് ഇതിന്റെ ഇമ്പോർട്ടന്റ് എക്സ്പാൻഷൻസ് e⁻x എന്താ, sin x എന്താ, cos x എന്താ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഇതിനകത്ത് വരുന്നതാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. സോ പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ അറേഞ്ച്മെന്റ് ഓഫ് r ഒബ്ജക്ട്സ് ഫ്രം n അല്ലെ. അതായത് n pr is equal to n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ആയിരിക്കും. കോമ്പിനേഷൻ ആണെങ്കിൽ n cr is equal to n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. പെർമ്യൂട്ടേഷനിൽ ഓർഡർ മാറ്റർ ചെയ്യുന്നുണ്ട്, എന്നാൽ കോമ്പിനേഷനിൽ ഓർഡർ മാറ്റർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദി സം ഓഫ് ദ ഗിവൺ സീരീസ് എക്സ്പാൻഡ് യൂസിങ് ബൈനോമിയൽ തിയറം. നിങ്ങൾക്ക് ഒരു സീരീസ് തരും, ആ സീരീസിനെ ബൈനോമിയൽ തിയറം വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും? എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഇൻ ഹൗ മെനി വേസ് ക്യാൻ വി ചൂസ് r കോസസ് ഐറ്റംസ് ഔട്ട് ഓഫ് n? ഫൈൻഡ് NPR ആൻഡ് NCR ഗിവൺ കണ്ടീഷൻസ്. നമ്മൾ പറഞ്ഞ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. Then calculate the equilibrium concentration of PCl5 decomposition products given Kc. Equilibrium concentration of PCl5. So PCl5 in equilibrium with PCl3 plus Cl2. നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A എന്നും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ x എന്നും എടുത്താൽ ഇക്വിലിബ്രിയത്തിൽ എങ്ങനെയായിരിക്കും? PCl5ന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും എന്ന് കൊടുക്കുക. PCl3യുടെ കോൺസെൻട്രേഷൻ എങ്ങനെ വരും? Cl2യുടെ കോൺസെൻട്രേഷൻ എങ്ങനെ വരും എന്ന് കൊടുക്കുക. ദെൻ പിന്നെ Kcയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Kc is equal to ax divided by a into 1 minus x എന്ന് വരും അല്ലേ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ആൻഡ് ഇക്വേഷൻ ഓഫ് നോർമൽ അറ്റ് എ ഗിവൺ പോയിന്റ് ഓൺ കർവ്.
അപ്പൊ നമ്മുടെ കർവിന് നമ്മൾ സപ്പോസ് y is equal to f of x എന്ന് ചൂസ് ചെയ്താൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എങ്ങനെയാണ് വരിക? m is equal to dy by dx. സോ x1 y1 എന്ന പോയിന്റിൽ എങ്ങനെയായിരിക്കും ടാൻജന്റ് വരുന്നുണ്ടാവുക? y minus y1 is equal to m into x minus x1. നോർമൽ വരുന്നത് y minus y1 is equal to 1 by m into x minus x1 എന്ന് വരും. Then find asymptotes for a given rational function. അസിംപ്റ്റോട്ട് ആണ്. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ട്, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഉണ്ട്. വെർട്ടിക്കൽ അസിംപ്റ്റോട്ടിന്റെ ഡിനോമിനേറ്റർ 0 ആയിരിക്കും. അതിന് എക്സാമ്പിൾ കൊടുക്കുക. y is equal to 1 minus 1 by x minus 2 ആണെങ്കിൽ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് x equal to 2 എന്ന് വരും. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണെങ്കിൽ ലിമിറ്റ് x tends to infinity f of x. സോ അതിനും ഒരു എക്സാമ്പിൾ കൊടുക്കുക. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് സ്റ്റേറ്റ് ആൻഡ് വെരിഫൈ യൂളേഴ്സ് തിയറം ഫോർ എ ഗിവൺ ഹോമോജീനസ് ഫംഗ്ഷൻ. ഇപ്പൊ നമ്മുടെ ഫംഗ്ഷനെ നമ്മൾ സപ്പോസ് എഫ് ഓഫ് എക്സ് വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഹോമോജീനസ് ഡിഗ്രി n ആണെന്നും അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്സ് ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എൻ എഫ്. അതിനൊരു എക്സാമ്പിൾ കൊടുക്കാം. അതായത് എഫ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഡിഗ്രി 2 ആണെങ്കിൽ എക്സ് 2x പ്ലസ് വൈ 2y ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. അങ്ങനെ എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? പ്രൂവ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഫൈൻഡ് ദ മാക്സിമം ഓർ മിനിമം വാല്യൂ ഫോർ എ ഗിവൺ ഫംഗ്ഷൻ. അപ്പം അതിനൊരു കണ്ടീഷൻ ഉണ്ടാകും, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇപ്പൊ എഫ് ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ അതിന്റെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? അതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0യും അതുപോലെ മിനിമം അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമം കേസോ അങ്ങനെ ചെയ്താൽ മതി. മിനിമം എന്ന് പറയുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, മാക്സിമം എന്ന് പറയുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0. നെക്സ്റ്റ് സെറ്റ്സ് ആൻഡ് ഗ്രാഫ് ഫംഗ്ഷൻസ്. വെരിഫൈ ദ ഡിസ്ട്രിബ്യൂഷൻ ലോ ഫോർ എ ഗിവൺ സെറ്റ് എ ബി സി. ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ്. സോ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എ യൂണിയൻ ഇൻറ്റു A intercept B union A intercept B union C is equal to A intercept B union A intercept C. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സെക്കൻഡ് A union B intercept C is equal to A union B intercept A union C. ആ രണ്ട് ലോസ് ആയിരിക്കും പ്രൂവ് ചെയ്യേണ്ടി വരിക. ദെൻ നെക്സ്റ്റ് പാർട്ട് ഡ്രോ ദി വെൻ ഡയഗ്രാം ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേഷണൽ നമ്പർ, നാച്ചുറൽ നമ്പർ ആൻഡ് ഇറേഷണൽ നമ്പർ. സോ ഫസ്റ്റ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിയൽ നമ്പറും റേഷണൽ നമ്പറും നാച്ചുറൽ നമ്പേഴ്സും ഇറേഷണൽ നമ്പേഴ്സും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? വെൻ ഡയഗ്രാം നമുക്ക് വരക്കാനായിട്ട് പറ്റും. ദെൻ വെരിഫൈ ഡിമോർഗൻസ് ലോ ഫോർ എ ഗിവൺ സെറ്റ് എ ആൻഡ് ബി വിത്ത് റെസ്പെക്ട് ടു ദ യൂണിവേഴ്സൽ സെറ്റ് എക്സ്. ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെപ്റ്റ് ബി കോംപ്ലിമെന്റ് ആണ്. അതിന്റെ സെക്കൻഡ് ലോ വരുന്നത് എ ഇന്റർസെപ്റ്റ് ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഈ ഡിമോർഗൻസ് ലോ നമ്മൾ പ്രൂവ് ചെയ്യണം. നെക്സ്റ്റ് വെക്ടേഴ്സ് എന്ന പാർട്ടിൽ നിന്നാണ്. പ്രൂവ് ദാറ്റ് സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു ദി തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ഓഫ് ഇറ്റ്സ് ലെങ്ത്. ഇത് ആക്ച്വലി ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് മിഡ് പോയിന്റ് തിയർ ആണ്. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആക്ച്വലി മിഡ് പോയിന്റ് തിയർ ആണ്. അപ്പൊ നമ്മളിപ്പം എ ബി അതുപോലെ രണ്ട് സൈഡ്സ് ആണ്. എ ബി സി എന്ന ട്രയാങ്കിളിന്റെ എ ബി എന്നൊരു സൈഡും എ സി എന്ന സൈഡും കൺസിഡർ ചെയ്യാണ്. അതിന്റെ മിഡ് പോയിന്റ് ആയിട്ട് എ ബിയുടെ മിഡ് പോയിന്റ് ആയിട്ട് ഡിയും എ സിയുടെ മിഡ് പോയിന്റ് ആയിട്ട് ഇയും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡിഇ വെക്ടർ എങ്ങനെയാകും എന്ന് എഴുതുക. ഡിഇ വെക്ടർ 1/2 ബി സി വെക്ടർ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഡിഇ ഈസ് ഈക്വൽ ടു 1/2 ബി സി, ഡിഇ പാരലൽ ടു ബി സി. അങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. Next question, calculate the work done by a given force vector when its point of application moves from point A to point B. Point A യിൽ നിന്ന് point B യിലോട്ട് ഇത് മൂവ് ചെയ്യുന്ന സമയത്ത്, ഒരു വെക്ടർ മൂവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വർക്ക് ഡൺ? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു എസ്, വേർ എസ് ഈസ് ആർ ബി മൈനസ് ആർ എ. അങ്ങനെയാണെങ്കിൽ വർക്ക് ഇസ് ഈക്വൽ ടു എഫ് എസ് എസ് എക്സ് പ്ലസ് എഫ് ബൈ എസ് വൈ പ്ലസ് എഫ് ജി എസ് ജി അങ്ങനെ വരും.
Then next, prove that given points form a vertices of a right angled triangle using vectors. Points നിങ്ങൾക്ക് തരും. ഇപ്പൊ സപ്പോസ് എ ബി സി എന്നാണ് പോയിന്റ് എന്നുണ്ടെങ്കിൽ നമ്മളിത് സോൾവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് എ ബി വെക്ടർ കണ്ടുപിടിക്കേണ്ടി വരും, എ സി വെക്ടർ കണ്ടുപിടിക്കേണ്ടി വരും. എ ബി വെക്ടർ ഡോട്ട് എ സി വെക്ടർ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ് അവിടുത്തെ ആംഗിൾ എ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ റൈറ്റ് ആംഗിൾഡ് ആയിരിക്കും അത്. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നിന്നാണ്. ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. സോൾവ് എ ഗിവൺ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെപ്പറബിൾ ഓർ ലീനിയർ. അതായത് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് സോൾവ് ചെയ്യാനുള്ളത്. അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് dy/dx പ്ലസ് py ഇസ് ഈക്വൽ ടു q. അവിടുത്തെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വരുന്നുണ്ടാവുക if ഇസ് ഈക്വൽ ടു e റൈസ് ടു pdx. ദെൻ അതിന്റെ സൊല്യൂഷൻ കാണിക്കണം. y ഓഫ് if ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ q if dx പ്ലസ് c എന്ന് വരും. Then അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വെരിഫൈ വെദർ ദ given expression is an exact differential. If not, find the integrating factor and solve. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സപ്പോസ് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നാണെങ്കിൽ അത് എക്സാക്ട് ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം? ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആവണം. അത് എക്സാക്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറും കൂടെ കണ്ടുപിടിക്കേണ്ടി വരും. Then write differential rate equation for a first order reaction A gives B. Solve to get the integrated rate equation and derive the expression for half-life. റിയാക്ഷൻ എന്ന് പറയുന്നത് എ gives B ആണ്. സോ അവിടുത്തെ റേറ്റിലോ എങ്ങനെയായിരിക്കും? മൈനസ് ഡി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡി ടി is equal to കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ലോൺ ഇൻറ്റു കോൺസെൻട്രേഷൻ എ സീറോ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ എ is equal to കെ ടി എന്ന് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ കെ is equal to 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് എ സീറോ ബൈ എ എന്ന് കിട്ടും. ഹാഫ് ലൈഫ് വരുന്നത് ടി ഹാഫ് is equal to 0.693 കെ ആയിരിക്കും. നെക്സ്റ്റ് മെട്രിക്സ് ആൾജിബ്രയിൽ നിന്നാണ്. ഇതിനകത്ത് ഫസ്റ്റത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് എ ഗിവൺ മെട്രിസസ് മൾട്ടിപ്ലൈ ഗിവൺ മെട്രിസസ്. അതായത് ഏതെങ്കിലും രണ്ട് മെട്രിസസ് തരും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടുത്തെ ഒരു റൂൾ എന്ന് പറയുന്നത് എ എം ബൈ എൻ ഇൻറ്റു ബി എൻ ബൈ പി ആണെങ്കിൽ ദെൻ എ ബി is equal to സി എം ബൈ പി ആയിരിക്കും. ആ ഒരു റൂൾ ഇപ്പൊ സപ്പോസ് ഇപ്പൊ എ ബി എന്ന ഏതെങ്കിലും രണ്ട് വെക്ടർ എടുത്തിട്ട് ആ ഒരു മൾട്ടിപ്ലൈ ചെയ്യാം. മെട്രിക്സ് എടുത്തിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. നോർമലി മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദെൻ ഫൈൻഡ് ദ ഐഗൻ വാല്യൂസ് ഓർ ഐഗൻ വെക്ടേഴ്സ് ഓഫ് ദി ഗിവൺ മെട്രിക്സ്. ഐഗൻ വാല്യൂസോ ഐഗൻ വെക്ടേഴ്സോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഗിവൺ മെട്രിക്സ് എ ആണെങ്കിൽ എ എക്സ് is equal to ലാംഡ എക്സ് ആണെങ്കിൽ ലാംഡ ആയിരിക്കും അവിടുത്തെ ഐഗൻ വാല്യൂ, എക്സ് ആയിരിക്കും ഐഗൻ വെക്ടർ വരുന്നുണ്ടാവുക. ഏതെങ്കിലും ഒരു മെട്രിക്സ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെട്രിക്സ് തരും. ഇപ്പൊ ഈ ഒരു സൊല്യൂഷന് സോൾവ് ചെയ്യാൻ, ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? അതായത് നമ്മൾ ഇതിന്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എ ലാംഡ ഐ is equal to 0, മോഡുലസ് എ ലാംഡ ഐ is equal to 0 അങ്ങനെ ആയിരിക്കും. ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്താൽ മതി. Then find the solve a system of linear equations using matrix method or Cramer's rule. So linear equation solve ചെയ്യാനായിട്ട് a1x plus b1y is equal to c1 and a2x plus b2y is equal to c2 ആണെങ്കിൽ അതിനകത്ത് നമുക്ക് ഡിറ്റർമിനന്റ് എഴുതാം a1 b1 a2 b2 എന്ന് പറഞ്ഞിട്ട്. സോ അതിന്റെ സൊല്യൂഷൻ വരുന്നുണ്ടാവുക x is equal to dx by d and y is equal to dy by d. അങ്ങനെ സോൾവ് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് ഇനി probability and probability distributions നിന്നാണ്. If we toss a fair coin twice or simultaneously, find the probability of getting at least one tail or one head. സോ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ വരാം? സാമ്പിൾ സെറ്റ് എങ്ങനെയൊക്കെ വരാം? രണ്ട് ഹെഡ് വരാം, ഒരു ഹെഡും ടെയിലും വരാം, ഫസ്റ്റ് ടെയിലും പിന്നെ ഒരു ഹെഡും വരാം, രണ്ട് ടെയിലും വരാം. അതായത് ടോട്ടൽ 4 ഔട്ട്കംസ് ഉണ്ടാകും. ഇതിനകത്ത് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഹെഡും വരുന്ന കേസ്, ഹെഡും ടെയിലും വരുന്ന കേസും ടെയിലും ഹെഡും വരുന്ന കേസ് ആയിരിക്കും. സോ പ്രൊബബിലിറ്റി അറ്റ്ലീസ്റ്റ് 1 ഹെഡ് വരാനുള്ള പ്രൊബബിലിറ്റി എന്താണ്? 3/4 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, 2 companies produce items. Find the probability of selecting a defective item from a specific company. സപ്പോസ് ഇപ്പൊ കമ്പനി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം.
എ പറയുന്ന ഒരു കമ്പനി 60% സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രോബബിലിറ്റി 0.6 ആണ്. കമ്പനി ബി സപ്ലൈസ് 40%, സോ പ്രോബബിലിറ്റി എന്താണ് 0.4 ആയിരിക്കും. ഇനി ഡിഫക്റ്റ് റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് പ്രോബബിലിറ്റി ഓഫ് ഡി ബൈ എ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഡി ബൈ ബി. പ്രോബബിലിറ്റി ഓഫ് ഡി ബൈ എ 0.02ഉം ഡി ബൈ ബി 0.03യും കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഡി is equal to 0.6 into 0.02 plus 0.4 into 0.03. പിന്നെ അതിന്റെ പ്രോബബിലിറ്റി ഡിഫക്റ്റീവ് കെയിം ഫ്രം എ. ബിയിൽ നിന്ന് എത്ര ഡിഫക്റ്റീവ് കിട്ടാം, എയിൽ നിന്ന് എത്ര ഡിഫക്റ്റീവ് കിട്ടാം, അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ ഇതിനൊരു എക്സാമ്പിൾ തന്നിട്ടില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ന്യൂമറിക്കൽ വാല്യൂസും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തരും കേട്ടോ. Then define binomial distribution and write the terms in binomial expansion. Binomial for n independent trials, p of x is equal to x, px nx q raised to n minus x, where q is 1 minus p. Mean എന്താണ്? മീൻ എന്തായിരിക്കും? mu is equal to np and variance sigma square is equal to npq. Binomial expansion a plus b whole raised to n, sigma r equal to 0 to n, nr a raised to n minus r br. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. Then application of statistics in chemistry. Calculate standard deviation, variance, standard deviation of mean and coefficient of variation from given titration measurement data. ഇപ്പൊ സപ്പോസ് നമ്മൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് x1 x2 എക്സെട്ര അപ് ടു xn എന്ന ഡാറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ എന്തായിരിക്കും? x bar is equal to sigma x by n. വാരിയൻസ് വരുന്നത് s square is equal to sigma x minus x bar whole square divided by n minus 1. Standard deviation s is equal to square root of s square. Standard deviation of mean sm is equal to s by root n. Coefficient of variation cv is equal to s by x bar plus into 100 എന്ന് വരും. Then define error and discuss different types of error observed in acid-base titrations, quantitative chemical analysis. Error എന്ന് വെച്ചാൽ difference between measured value and true value. Systematic error വരാം, random error വരാം, gross error വരാം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നെക്സ്റ്റ് കാൽക്കുലേറ്റ് 95% കോൺഫിഡൻസ് ഇന്റർവെൽ ഓഫ് എ ഗിവൺ മെഷർമെന്റ് ഡാറ്റ. 95% കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് വെച്ചാൽ CL is equal to x bar plus or minus t into s by root n, where t is the student t value and s is the standardization deviation. For large n, CL is equal to x bar plus or minus 1.96 s by root n എന്ന് വരും. ട്രൂ വാല്യൂ എന്തായിരിക്കും? ആ ഒരു ഇന്റർവെല്ലിൽ, ആ 95% കോൺഫിഡൻസ് എന്ന ഇന്റർവെല്ലിൽ ലൈ ചെയ്യും. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് വെർ എ ഈസ് എ കോൺസ്റ്റന്റ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തരും, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. ദെൻ ഫൈൻഡ് dz by dt ഫോർ ദി കോമ്പോസിറ്റ് ഫംഗ്ഷൻ z is equal to f of xy where x and y are functions of t. z is equal to f of x. ഇത് ആക്ച്വലി ചെയിൻ റൂൾ ആണ്. z is equal to f of xy ആണ്. ഇപ്പൊ സപ്പോസ് x is equal to x of t and y is equal to y of t ആണെന്നുണ്ടെങ്കിൽ dz by dt എന്ന് പറയുന്നത് dou z by dou x into dx by dt plus dou z by dou y into dy by dt ആയിരിക്കും. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കൊടുക്കാം. Then integral calculus, evaluate given integral indefinite or definite. കുറച്ച് integrals തരും, അതിനെ evaluate ചെയ്യാനാണ്. Then show that wave function n equal to 1 and n equal to 2 are orthogonal for a particle in one-dimensional box. Particle in one-dimensional wave function ന്റെ orthogonality theorem ആണ്. So particle in one-dimensional box ന്റെ wave function നമുക്കറിയണം. Psi n is equal to square root of 2 by l sin n pi x by l, where n equal to 1 and psi 1 is equal to root 2 by l sin pi x by l എന്ന് വരും. n equal to 2 ആവുമ്പോൾ എങ്ങനെ ആവുമെന്ന് കൊടുക്കുക. Then orthogonality theorem പ്രൂവ് ചെയ്യാനായിട്ട് ഇന്റഗ്രൽ 0 to l psi 1 psi 2 dx സോൾവ് ചെയ്താൽ മതി. ഓക്കെ,
നെക്സ്റ്റ് ഇനി പ്രഡിക്റ്റ്. അപ്പം ഇതിനകത്ത് നമുക്ക് ഓർക്കേണ്ടുന്ന കുറച്ച് ഫോർമുല: മീനിന്റെ ഫോർമുല, വാരിയൻസിന്റെ ഫോർമുല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സിവിയുടെ ഫോർമുല, ബൈനോമിയൽ എക്സ്പാൻഷൻ, ചെയിൻ റൂള്, ക്രാമേഴ്സ് റൂള്, ഐഗൻ വാല്യൂ ഇക്വേഷൻ, കോൺഫിഡൻസ് ഇന്റർവെൽ. ഇത്രയും കാര്യങ്ങളുടെ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് കേട്ടോ. സോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത കംപ്ലീറ്റ് ഗോൾഡൻ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഇനി പ്രഡിക്റ്റീവ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്കറിയാം നമ്മുടെ എക്സാം 1 hour ആയിരിക്കും. ഔട്ട് ഓഫ് 25 ആയിരിക്കും എക്സാം വരുന്നുണ്ടാകുക. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ആണ് അപ്പിയർ ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വെച്ചിട്ട്. ഫസ്റ്റ്, ഡിഫൈൻ ഇൻജെക്റ്റീവ്, സർജക്റ്റീവ് ആൻഡ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ വിത്ത് 1 എക്സാമ്പിൾ. ഇൻജെക്റ്റീവ് എന്ന് വെച്ചാൽ 1 അതായത് ഇപ്പൊ ഒരു ഫംഗ്ഷൻ എഫ് എ ടെൻസ് ദിസ് ഇൻജെക്റ്റീവ് ഇഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് എ ഹാവ് ഡിഫറെന്റ് ഇമേജസ് ഇൻ ബി. ഒരു ഫംഗ്ഷൻ ഇൻജെക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എയുടെ എലമെന്റ്സിന് ബിയിൽ ഡിഫറെന്റ് ഇമേജസ് ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 2 ആണ്, എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 4 ആണ്. രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ഔട്ട്പുട്ട്സ് ആണ് തരുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് ഇൻപുട്ടിന് ഡിസ്റ്റിങ്ക്റ്റ് ഔട്ട്പുട്ട്സ്. സർജക്റ്റീവ് എന്ന് വെച്ചാൽ ഓൺ ടു, അതായത് സർജക്റ്റീവ് ആവുമ്പം ഓരോ എലമെന്റിനും ബിയിൽ അറ്റ്ലീസ്റ്റ് ഒരു ബി എന്നൊരു ഫംഗ്ഷനിൽ ഒരു പ്രീ ഇമേജ് എങ്കിലും, എയുടെ ഒരു പ്രീ ഇമേജ് എങ്കിലും ഉണ്ടാകും. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ ബൈജക്റ്റീവ് ആണെങ്കിൽ ഓരോ ഫംഗ്ഷനും, അതായത് ആ ഫംഗ്ഷൻ ഇൻജെക്റ്റീവ് ആയിരിക്കും, സർജക്റ്റീവ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആയിട്ട് x+1 കൊടുക്കാം. നെക്സ്റ്റ് അതിന്റെ ബി പാർട്ട് വരുന്നത് find the union and intersection of A is equal to 2, 4, 6, 8 and B is the set of 3, 4, 5, 6. Verify A union B is equal to B union C. A union B കണ്ടുപിടിക്കണം. അതുപോലെ യൂണിയനും ഇന്റർസെക്ഷനും A ഇന്റർസെക്ഷൻ B കണ്ടുപിടിക്കണം. പിന്നെ അതിന്റെ വെരിഫിക്കേഷനും ചെയ്യണം. Then expand 2 plus 5 whole raised to 5. 2 plus x whole raised to 5 using binomial theorem up to first 4 terms. Find the sum of the first 15 terms of the arithmetic sequence 5 plus 8 plus 11 plus 14 plus etc. 2 plus x whole raised to 5 binomial theorem വെച്ച് expand ചെയ്യുമ്പോൾ 2 plus x whole raised to 5 is equal to sigma r equal to 0 to 5. 5 r 2 raised to 5 minus r x raised to r ആയിരിക്കും. സോ ഫസ്റ്റ് 4 ടേംസ് എങ്ങനെ വരും? 32 പ്ലസ് 80x പ്ലസ് 80x സ്ക്വയർ പ്ലസ് 40x ക്യൂബ് അങ്ങനെ വരും. പിന്നെ ആൻസർ അത് സം ചെയ്താൽ മതി. ദെൻ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ആണ്. സോ നമുക്കറിയാം സം എന്ന് പറയുന്നത് n/2 into 2a plus n minus 1d. സോ a എന്ന് പറയുന്നത് 5 ആണ്, d എന്ന് പറയുന്നത് 3 ആണ്, n equal to 15. സോ ആ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. നെക്സ്റ്റ് ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് F is equal to 3i plus 4j minus 2k in a moving object A102 to B430. സോ വർക്ക് ഡൺ ആണ്. എഫിന്റെ വെക്ടർ തന്നിട്ടുണ്ട് 3i plus 4j minus 2k. സോ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും? എ ബി വെക്ടർ ഇസ് ഈക്വൽ ടു 4 minus 1i plus 3 minus 0j plus 0 minus 2k. അതായത് ഈ ബിയുടെ എലമെന്റ്സിൽ നിന്ന് എയുടെ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ടാവുക. ദെൻ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അവിടെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാൽ മതി. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, അതിന്റെ ബി പാർട്ട് വരുന്നത് ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് 2i minus j plus k and b is equal to i plus 2j minus k are not perpendicular. പെർപെൻഡിക്കുലർ അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. രണ്ട് വെക്ടർ ഉണ്ട്. അതിനിപ്പോ നമ്മൾ സപ്പോസ് എ ബി എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ is equal to 2i minus j plus k, b is i plus 2j minus k. ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ഡോട്ട് പ്രൊഡക്റ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് നോട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദെൻ ഫോർത്ത് എ ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് dy by dx if y equal to x cube ln x. dy by dx കണ്ടു, x cube ln x ആണ്. സോ 3x square ln x plus x cube into 1 by x എന്ന്, അതായത് x cube into ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. പ്രൊഡക്റ്റ് റൂൾ ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. Then find the equation of tangent and normal to the curve y equal to x square minus 4x plus 3 at x equal to 3. Tangent and normal y equal to x square minus 4x plus 3 at x equal to 3 ആണ്.
പോയിന്റ് ഓഫ് കർവ് എന്ന് പറയുന്നത് 3 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 3 പ്ലസ് 3 അതായത് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ 0.30 ആയിരിക്കും. ഡെറിവേറ്റീവ് dy/dx കണ്ടു കഴിഞ്ഞാൽ 2x മൈനസ് 4 ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. x ഈക്വൽ ടു 3 കൊടുക്കുക. ടാൻജന്റ് എന്ന് പറയുന്നത് y മൈനസ് 0 ഈക്വൽ ടു 2 ഇൻറ്റു x മൈനസ് 3 അതിൽ കൊടുത്താൽ മതി. നോർമൽ -1/2 അതിലും കൊടുത്താൽ മതി. Next, fifth question. State Euler's theorem of homogeneous function. Verify it for f of xy is equal to x square plus 2xy plus y square. f of xy ഒരു homogeneous function ആണ് for a degree n. Then x into dou z by dou x plus y into dou z by dou y is equal to nz. ഇവിടെ തന്നിട്ടുണ്ട് f of xy is equal to x square plus 2x plus y square ആണ്. ആൻഡ് ഡിഗ്രി n equal to 2 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ dou f by dou x കാണാം, dou f by dou y കാണാം. Then x into dou f by dou x plus y into dou f by dou y കണ്ടുപിടിച്ചാൽ മതി. Next, evaluate integral x square e raised to x using integration by parts. Then solve differential equation dy by dx equal to 2xy given y of 0 is equal to 1. x e raised to x normal x square e raised to x minus 2x e raised to x എന്ന് വരും. നോർമൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്താൽ മതി. പിന്നെ dy/dx ഈക്വൽ ടു 2xy y ഓഫ് 0 ഈക്വൽ ടു 1. സെപ്പറേഷൻ വാരിയബിൾ മെത്തേഡ് ആണ്. dy/dx ഈക്വൽ ടു 2x dx അങ്ങനെ കൊടുത്തിട്ട് ചെയ്യുന്നില്ലേ. സോ ലോൺ y എക്സ് സ്ക്വയർ പ്ലസ് c ആണ്. y ഈക്വൽ ടു a റേസ് ടു x എന്ന് വരും. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്താൽ മതി അത്. Then find the eigenvalues of a matrix A equal to 4, 1, 2, 3. ആൻഡ് ഇത് ഒരുമിച്ചൊരു മെട്രിക്സ് ആയിരിക്കും. അതായത് 4ഉം 1ഉം ഫസ്റ്റ് റോയിലെ എലമെന്റും 2ഉം 3ഉം ഇവിടെ വരുന്ന സെക്കൻഡ് റോയിലെ എലമെന്റ് പോലത്തെ ഒരു മെട്രിക്സ് ആണത്. അതിന്റെ ഐഗൻ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ 4 മൈനസ് ലാംഡ 1 2 ഇൻറ്റു 3 മൈനസ് ലാംഡ ഈക്വൽ ടു 0 നോർമലി ഐഗൻ വാല്യൂ കണ്ടുപിടിക്കുന്ന പോലെ കണ്ടുപിടിച്ചാൽ മതി. ദെൻ സോൾവ് യൂസിങ് ക്രാമേഴ്സ് റൂൾ 2x പ്ലസ് y ഈക്വൽ ടു 5 x മൈനസ് 3y ഈക്വൽ ടു -4. ക്രാമേഴ്സ് റൂൾ കണ്ടുപിടിക്കാൻ ഡിറ്റർമിനന്റ് എഴുതുക. dx dy എന്താണെന്ന് പറയാ. x ഈക്വൽ ടു dx ബൈ d, y ഈക്വൽ ടു dy ബൈ d. സോ എക്സും വൈയും എങ്ങനെയാവും അങ്ങനെ സോൾവ് ചെയ്താൽ മതി അത്. 8th ക്വസ്റ്റ്യൻ വരുന്നത് എ ബാഗ് കണ്ടെയ്ൻ 6 റെഡ് ആൻഡ് 4 ബ്ലൂ ബോൾസ്. ഇഫ് 2 ബോൾസ് ആർ ഡ്രോൺ അറ്റ് റാൻഡം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ റെഡ്. രണ്ടും റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒരു ബാഗിനകത്ത് റെഡ് ബോൾ ഉണ്ട്, ബ്ലൂ ബോൾ ഉണ്ട്. ടോട്ടൽ ബോൾ 10 ആണ്. 2 ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി 6/10 ഇൻറ്റു 5/9 ആയിരിക്കും. അത് സോൾവ് ചെയ്താൽ മതി. ദെൻ 5 replicate titrations given values 25.1, 24.8, 25.3, 25.0 and 24.9. Calculate standard deviation and coefficient variation. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നമ്മൾ മീൻ കണ്ടുപിടിക്കുക. ദെൻ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. വാരിയൻസിന് സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കുക. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് വാരിയൻസ് ആയിരിക്കും. കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇനി പ്രഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ബി ആണ്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫോർ എക്സ് ഈക്വൽ ടു എ ബി സി ഡി ഇ സെറ്റ് ഓഫ് എ ബി സി ഡി ഇ ആൻഡ് എ ബി സി സെറ്റ് ഓഫ് എ ബി സി ബി ഈസ് സെറ്റ് ഓഫ് സി ഡി. വെരിഫൈ ഡി മോർഗൻസ് ലോ. ഇൻ ഹൗ മെനി വേസ് ക്യാൻ കമ്മിറ്റി ഓഫ് 3 ബി ഫോംഡ് ഫ്രം 8 members ഇഫ് ദ കമ്മിറ്റി മസ്റ്റ് ഇൻക്ലൂഡ് എ പെർട്ടിക്കുലർ മെമ്പർ ഇൻ ഹൗ മെനി വേസ്. 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ടിന് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഫസ്റ്റ് നമുക്ക് 3 സെറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് പ്രൂവ് ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്നത് കമ്മിറ്റി ഫോർമേഷനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ടോട്ടൽ കമ്മിറ്റി ഓഫ് 3 ഫ്രം 8 members, അതായത് 8C3 ആണ്. 8 കമ്മ്യൂട്ടഡ് 3 അതാണ് 8 factorial ഡിവൈഡഡ് ബൈ 3 factorial ഇൻറ്റു 5 factorial. ഇനി ഇഫ് 1 പെർട്ടിക്കുലർ മെമ്പർ മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആ മെമ്പറെ ഫിക്സ് ചെയ്യണം. ബാക്കി 2 പേരെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, 7 ആൾക്കാരിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടത്. സോ 7 കോംപ്ലിമെന്റ് 2, 7 കമ്മ്യൂട്ടേഷൻ 2, 7 factorial ഡിവൈഡഡ് ബൈ 2 factorial ഇൻറ്റു 5 factorial ചെയ്താൽ മതി.
Next question number 2. If 2 mole of N2O4 gas decompose to form NO2 gas at a temperature where Kc is equal to 0.36, find equilibrium concentration. Then adinte B part, find the sum of 20 terms of the series 2 plus 5 plus 8 plus 11. So first equilibrium concentration ആണ് reaction വരുന്നത് N2O4 in equilibrium with 2NO2. Initially N2O4 എന്തായിരുന്നു 2 gram ആയിരുന്നു, NO2 0 ആയിരുന്നു. അപ്പം അതിനകത്തുനിന്ന് എക്സ് മോള് ഡീകമ്പോസ് ചെയ്തെന്ന് പറഞ്ഞാൽ N2O4 എത്രയായി 2 മൈനസ് എക്സ് ആയി, NO2 2x ആയി. കെ സി തന്നിട്ടുണ്ട് 0.36 ആണ്. കെ സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് NO2 സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2O4 ആയിരിക്കും. NO2ന് 2x എന്നും N2O4ന് 2 മൈനസ് എക്സ് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്തെടുത്താൽ മതി. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ആണ്. സോ അതിനകത്ത് നമ്മുടെ നോർമൽ സമ്മിന്റെ ഫോർമുല SN is equal to n/2 into 2a plus n minus 1d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Next, third question, show the function z is equal to x raised to 4 plus y raised to 4 divided by x cube plus y cube is homogeneous. State its degree and verify Euler's theorem. Find maxima and minima of f of x equal to 2x cube minus 9x square plus 12x plus 5. Homogeneous function ആണ് Euler's theorem. Z തന്നിട്ടുണ്ട് x raised to 4 plus y raised to 4 divided by x cube plus y cube. ന്യൂമറേറ്ററിലെ ഡിഗ്രി 4 ആണ്, ഡിനോമിനേറ്ററിലെ ഡിഗ്രി 3 ആണ്. സോ ഹോമോജീനസ് ആണെങ്കിൽ 4 minus 3 is equal to 1 എന്ന് കിട്ടും. Then Euler's theorem പ്രൂവ് ചെയ്യാം. x into dou z by dou x plus y into dou z by dou y is equal to nz. അത് കിട്ടിയാൽ മതി. മാക്സിമ മിനിമ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, അതിന്റെ ക്രിറ്റിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അതിന്റെയും ക്രിറ്റിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക. Then fourth question, show the wave functions psi1 and psi3 for a particle in a one-dimensional box of length a are orthogonal. Evaluate integral 0 to 1 x e raised to x square dx. ഓർത്തോഗണാലിറ്റി തിയർ ആണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. psi1 ആൻഡ് psi3 രണ്ട് ഫംഗ്ഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് നമുക്ക് അറിയേണ്ടത് psi അതായത് പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സിന്റെ വേവ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് √2/a sin n pi x by l a. സോ psi 1 ആവുമ്പോൾ n-ന് 1 കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്താൽ മതി. psi3 ആവുമ്പോൾ n-ന് 3 കൊടുക്കാം. ഓർത്തോഗണാലിറ്റിക് തിയറം പ്രൂവ് ചെയ്യാനായിട്ട് ഇന്റഗ്രൽ 0 to a psi1 psi3 dx സോൾവ് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് അതിനകത്ത് ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 x e raised to minus x square dx. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് എക്സ് സ്ക്വയറിനെ ഒരു സെപ്പറേറ്റ് യു എന്നൊരു ഫംഗ്ഷൻ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഡി യു കണ്ടുപിടിക്കുക. എക്സ് ഡി എക്സ് അപ്പൊ എന്ത് ഡി യു എന്ന് പറയുന്നത് -2x dx ആയിരിക്കും. അത് എക്സ് ഡി എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫ്രം y equal to a e raised to 2x plus b e raised to minus 2x where a and b are arbitrary constant. ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y ഡാഷ് കണ്ടുപിടിക്കുക, y ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, y ഡബിൾ ഡാഷ് is equal to 4y എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. ദെൻ അതിനകത്ത് ബി പാർട്ട് ഷോ ദാറ്റ് 3x square y plus 2xy dx is equal plus x cube plus x square dy is equal to 0. ഇത് നമ്മള് ഇതിനകത്ത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ഫോർമുല ഉണ്ടല്ലോ, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്ന ജനറൽ ഫോർമുല, അതുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എമ്മിന് എന്ത് കൊടുക്കാം, 3x square y plus 2xy എന്നും n-ന് x cube plus x square എന്നും കൊടുക്കാം. എന്നിട്ട് ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും കണ്ടുപിടിക്കുക. ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എക്സാക്ട് ആണ്. Then find the inverse of matrix A 2 1 5 3. Find the eigenvectors of A 3 minus 1 minus 1 3. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരൊറ്റ മെട്രിക്സ് ആണ്. 2 1 ഫസ്റ്റ് റോൾ എലമെന്റ്സ്, 5 3 സെക്കൻഡ് റോൾ എലമെന്റ്സ്. ഇവിടെ അതുപോലെ 3 minus 1 ഫസ്റ്റ് റോൾ എലമെന്റ്സ്, -1 3 സെക്കൻഡ് റോൾ എലമെന്റ്സ്. അങ്ങനെ ആയിരിക്കും. അപ്പം ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇൻവേഴ്സ് ആണ്. സോ ഇൻവേഴ്സ് ഡയറക്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 by മോഡുലസ് എ ഡി മെട്രിക്സ് ഡി മൈനസ് ബി മൈനസ് സി എ, ആ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി.
ദെൻ ഫൈൻഡ് ഐഗൻ വെക്ടേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിനെയും എ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 എന്ന ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. നെക്സ്റ്റ് derive the integrated rate equation for second order reaction A gives product where rate is equal to K into concentration of A square. Find its half-life expression. Solve the system x plus y plus z is equal to 9, 2x minus y plus z is equal to 3, x plus 2y minus z is equal to 6 using the matrix method. First, integrated rate equation, second order reaction integrated rate equation. Reaction എന്ന് പറയുന്നത് A gives product എന്നാണ്. So minus D into concentration of A by DP is equal to K A square എന്ന് വരും. അതിനെ integrate ചെയ്യുക. ഫൈനൽ ആൻസർ നമുക്ക് 1 by concentration of A is equal to 1 by concentration of A0 plus KT എന്ന് കിട്ടും. അതിനകത്ത് നിന്ന് Kയുടെ എക്സ്പ്രഷൻ മാത്രമായിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഹാഫ് ലൈഫ് കാണുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A0/2 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 1 by K into കോൺസെൻട്രേഷൻ ഓഫ് A0 എന്ന് വരും. അതിന്റെ ബി പാർട്ട് വരുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 9, 2x minus y plus z is equal to 3, x plus 2y minus z is equal to 6. ഇത് സോൾവ് ചെയ്യാനാണ്. ഫസ്റ്റ് ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യുക, എന്നിട്ട് അത് ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സോൾവ് ചെയ്തെടുത്താൽ മതി. ദെൻ ക്വസ്റ്റ്യൻ 8, ഡിഫൈൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റേറ്റ് ഇറ്റ്സ് മീൻ ആൻഡ് വാരിയൻസ്. അണ്ടർ വാട്ട് കണ്ടീഷൻ ഈസ് ഇറ്റ് എ ഗുഡ് അപ്രോക്സിമേഷൻ ടു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? ഇൻ റെപ്ലിക്കേറ്റ് അനാലിസിസ് ഓഫ് അയൺ കോണ്ടന്റ്, വാല്യൂസ് ഒബ്റ്റെയിൻഡ് were 15.2, 15.6, 15.1, 15.4 and 15.3 milligram. Calculate 95% confidence interval given sigma equal to 0.20 milligram. ഫസ്റ്റ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. സോ എക്സ് ഈക്വൽ ടു 0, 1, 2, 3 ആണ്. സോ മീൻ മ്യൂ ഇസ് ഈക്വൽ ടു ലാംഡ, വാരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു ലാംഡ. പോയിസൺ എപ്പോഴാണ് ഗുഡ് അപ്രോക്സിമേഷൻ ടു ബൈനോമിയൽ ആവുക? n വെരി ലാർജ് ആവുമ്പോൾ, p വെരി സ്മോൾ ആവുമ്പോഴും, എൻ പി is equal to ലാംഡ ഇൻഫിനിറ്റി ആവുമ്പോഴും. അതിനകത്ത് ബി പാർട്ട് റെപ്ലിക്കേറ്റ് അനാലിസിസ് തന്നിട്ടുണ്ട്. 15.2, 15.6, 15.1, 15.4 ആൻഡ് 15.3. സിഗ്മയും തന്നിട്ടുണ്ട്. സോ മീൻ നമുക്ക് കണ്ടുപിടിക്കാം എക്സ് ബാർ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? കോൺഫിഡൻസ് ലെവൽ കാണാനായിട്ട് എക്സ് ബാർ പ്ലസ് ഓർ മൈനസ് സെഡ് സിഗ്മ ബൈ റൂട്ട് തന്നെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇത്രയാണ് പ്രാക്ടീസ് സെറ്റ് ക്വസ്റ്റ്യൻ എയും പ്രാക്ടീസ് സെറ്റ് ക്വസ്റ്റ്യൻ ബിയും. ഈ പ്രാക്ടീസ് സെറ്റ് ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ബ്ലൂ പ്രിന്റ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ആണ്. അതായത് എങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ഒരു ആൻസർ അപ്പിയർ ചെയ്യേണ്ടത്. ഒരു ആൻസറിന് എന്താണെങ്കിലും ഒരു എസ്സേ ടൈപ്പ് ആൻസറിന് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ടാകും, ഒരു ബോഡി പാർട്ട് ഉണ്ടാകും, ഒരു കൺക്ലൂഷൻ ഉണ്ടാകും. സോ അതിനകത്ത് ഇൻട്രൊഡക്ഷനിൽ ആ ഒരു കീ കോൺസെപ്റ്റിനെ വളരെ ബ്രീഫായിട്ട് 2-3 സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എന്തുകൊണ്ട് അത് മാറ്റർ ചെയ്യുന്നു, എന്താണ് നമ്മുടെ ആൻസറിന്റെ സ്കോപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കവർ ചെയ്യേണ്ടത്. ബോഡി പാർട്ടിൽ ഓരോ പോയിന്റും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനാരിയോസും ടേംസും വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കുക. കൺക്ലൂഷന്റെ സമയത്ത് അതിന്റെ സിഗ്നിഫിക്കൻസ് കാണിക്കുക, ആപ്ലിക്കേഷൻസ് കാണിക്കുക, മോഡേൺ റെലവൻസും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു ക്ലോസിംഗ് നോട്ട് പോലെയാണ് കൺക്ലൂഷൻ വേണ്ടത്. ഇനി എങ്ങനെയാണ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ് സ്ട്രക്ചർ ചെയ്യേണ്ടത്? തിയറി ബേസ്ഡ് ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി നമ്മൾ കാണിക്കേണ്ടത് ഹൂ, വെൻ, വാട്ട് എന്ന 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിരിക്കണം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് കോർ കോമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനകത്ത് ഏതെങ്കിലും ഇക്വേഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എഴുതി അതിനകത്ത് ഓരോ ടേംസ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പെർട്ടിക്കുലർലി SLMലെ ടെർമിനോളജീസ് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, ലിമിറ്റേഷൻസ്, ക്രിറ്റിസിസംസ്, മോഡേൺ പ്രാക്ടീസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള തിയറീസ് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്പിയർ ചെയ്യേണ്ടത്? ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ്. മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവും ട്രേഡ് ഓഫ്സും പ്രോസ് ആൻഡ് കോൺസ്, മെറിറ്റ്സും ഡിമെറിറ്റ്സ് എല്ലാം വെച്ചിട്ടുള്ള ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ് വേണ്ടത്. എന്നാൽ എക്സ്പ്ലെയിൻ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു മാറ്ററിനെ കുറിച്ചുള്ള ഡീപ്പ് നോളേജ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ അതിനകത്ത്
അതിനെ കോമ്പണൻസ് ആയി ബ്രേക്ക് ചെയ്ത് ഓരോ കോമ്പണൻസിനെയും ഇന്റർ കണക്ട് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആപ്ലിക്കേഷൻസും അതുപോലെ മോഡേൺ റെലവൻസ് എല്ലാം കൊടുത്തിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീപ്പ് നോളേജ് ആണ് നമ്മൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഒരിക്കലും ഡിസ്കസ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒരു എക്സ്ട്രീം പൊസിഷൻ ചൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 5 മിനിറ്റ്സ് എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസും വളരെ കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യുക. റീഡ് ചെയ്തിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കോൺഫിഡന്റ് ആയിട്ടുള്ളത് ആ ഒരു കാര്യം കണക്കാക്കി വെക്കുക. എന്നിട്ട് പിന്നീട് കിട്ടുന്ന 30 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് നമ്മൾ കോൺഫിഡന്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും അപ്പിയർ ചെയ്യുക. അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി പാർട്ട് വേണം, കൺക്ലൂഷൻ വേണം. പിന്നെ കിട്ടുന്ന 6 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യുക. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ, മിസ്സിംഗ് വേർഡ്സ് ഉണ്ടോ, കറക്ഷൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തിരുത്തിക്കാണ്ട് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യുക. പിന്നെ നമുക്ക് 15 മിനിറ്റ് കിട്ടും. ആ 15 മിനിറ്റിൽ ഓരോ ആൻസേഴ്സും ഇരുന്ന് വായിച്ച് ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി അതുപോലെ ഡീറ്റെയിൽ ആയി വായിച്ച് വളരെ എന്ത് ചെയ്യുക, നീറ്റ് ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഒരിക്കലും ആ കിട്ടുന്ന സമയത്ത് ഒരു ആൻസർ കംപ്ലീറ്റ് സ്ട്രൈക്ക് ചെയ്തിട്ട് എഴുതാൻ നിൽക്കരുത്, റീറൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. ചെറിയ ചെറിയ ക്ലാരിഫിക്കേഷൻസും കറക്ഷൻസും മാത്രം ചെയ്യാനായിട്ട് നോക്കാം. നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ആൻസറിനല്ല ഇമ്പോർട്ടന്റ്, ക്വാളിറ്റി ഓഫ് ആൻസറിനാണ് ഇമ്പോർട്ടന്റ്. നമ്മളൊരു 400 വേർഡ്സിൽ വളരെ ക്വാളിറ്റി ഉള്ള എന്താ പറയാ കീ പോയിന്റ്സും എക്സാമ്പിൾസും ആപ്ലിക്കേഷൻസ് എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ആൻസർ എഴുതി, വേറൊരാൾ 800 വേർഡ്സിൽ കുറച്ച് ബ്ലെൻഡർ എല്ലാം കൂട്ടി കലർത്തിയിട്ടും ഒരു ആൻസർ എഴുതി. നമ്മൾ എഴുതിയ 400 വേർഡിന്റെ ആൻസറിനെ മാർക്ക് കിട്ടുള്ളൂ. അതാ പറയുന്നത് ക്വാളിറ്റി ഓഫ് ആൻസറിനാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ക്വാണ്ടിറ്റി ഓഫ് ആൻസർ അല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ലേൺ വൈസ് ആപ്പിലൂടെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് പ്രാക്ടീസ് സെറ്റ് എയുടെയും പ്രാക്ടീസ് സെറ്റ് ബിയുടെയും ആൻസർ ബ്ലൂ പ്രിന്റ് അവൈലബിൾ ആയിരിക്കും. കൂടെ തന്നെ എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് ഒരു പേഴ്സണലൈസ്ഡ് ഗൈഡൻസും ആൻസർ പ്രസന്റേഷൻ ആയിട്ടുള്ള ഒരു ആൻസർ പ്രസന്റേഷനും എക്സാം സ്ട്രാറ്റജിക്കും എല്ലാം ഒരു പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിന് പുറമെ ഒരുപാട് ഹൈ പ്രോബബിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലേൺ വൈസിലൂടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. സോ ലേൺ വൈസിൽ എൻറോൾ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. സോ വൺസ് നിങ്ങൾ ലേൺ വൈസ് ആപ്പ് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടീസ് സെറ്റ് എയുടെയും പ്രാക്ടീസ് സെറ്റ് ബിയുടെയും ആൻസർ ബ്ലൂ പ്രിന്റ് PYQUA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആയിരിക്കും. എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഒരു സ്ട്രക്ചേർഡ് ഗൈഡൻസ് ആൻസർ പ്രസന്റിങ്ങിനും സ്കോറിങ്ങിനും ഒരു സ്ട്രക്ചേർഡ് ഗൈഡൻസ് അവൈലബിൾ ആയിരിക്കും. കൂടെ തന്നെ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പേഴ്സണലൈസ്ഡ് മെന്റർ നിങ്ങൾക്ക് ഉണ്ടാകും. സോ ലേൺ വൈസ് അഡ്വാൻസ്ഡ് എക്കോസിസ്റ്റം ആക്സസ് ചെയ്യാനായിട്ട് നോക്കാം. ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷനിൽ MCH 014ന്റെ എക്സാം എഴുതുന്ന എല്ലാ ലേണേഴ്സിനും വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഗോൾഡൻ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക, ഹൈ പ്രോബബിൾ യൂണിറ്റ്സ് റെഫർ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക. അങ്ങനെ വളരെ കോൺഫിഡൻസോട് കൂടെ തന്നെ ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.